വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് റിനി. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബിസ്ക്കറ്റാണ്. ജാം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ജാം കുക്കീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണിത്. പിന്നെ ഒരു എഗ്ലെസ് ബിസ്ക്കറ്റ് കൂടിയാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. 1.5 കപ്പ് മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ള് ഉപ്പും കൂടെയാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വലിയൊരു ബൗൾ എടുക്കുക. ഇതിലാണ് നമ്മൾ ഈ ബിസ്ക്കറ്റിനുള്ള മാവ് റെഡിയാക്കുന്നത്. അപ്പം അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക. അതിലേക്ക് 100 ഗ്രാമോളം ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 കപ്പോളം പഞ്ചസാര പൊടിച്ചതാണ്. ഇത് രണ്ടും കൂടെ നല്ലൊരു ക്രീം പരുവത്തിലായി കിട്ടണം. അതുവരെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ തടിത്തവിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഈ തവിയിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും ഒക്കെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇപ്പം നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ബിസ്ക്കറ്റിൻ്റെയൊക്കെ മാവെന്ന് പറയുന്നത് കേക്കിൻ്റെ മാവ് പോലെ അത്ര ലൂസായിരിക്കുകയില്ല, കുറച്ച് കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഇല്ലേ, അതേപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലൊരു സോഫ്റ്റ് മാവ് കിട്ടണം. എന്നാൽ ചപ്പാത്തി മാവിൻ്റെ അത്രയും അങ്ങ് സോഫ്റ്റായി കിട്ടണമെന്നില്ല. ഇതാണിപ്പം മാവെല്ലാം ചേർത്തതിന് ശേഷമുള്ള പരുവം. അപ്പം ഇത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പാല് ചേർക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് 1 ടീസ്പൂണൊക്കെ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് കുഴച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ മുഴുവൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇത് നമ്മളൊരു അടപ്പ് വെച്ചിട്ട് മൂടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടോ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ നടുവിലേക്ക് ജാമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ മൈക്രോവേവിലൊരു 30 സെക്കൻഡ് വെച്ചാലും മതി, നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. മിക്സഡ് ഫ്രൂട്ട് ജാം തന്നെ വേണമെന്നില്ല, ഏത് ജാം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അറിയാം, നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും കുറച്ചുകൂടെ ഒരു കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ജാം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നടുവിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ജാം വെച്ച് കൊടുക്കുക. ജാം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ഈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, കാഷ്യൂ നട്ടോ പിസ്തയോ ആൽമണ്ട്സോ ഇതൊക്കെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറി വെച്ച് കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരല്പം മാത്രം ജാം മതി. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ബേക്കായി വരുമ്പോഴത്തേക്കും ഈ ജാമൊക്കെ ഇതിൻ്റെ പുറത്തേക്കൊക്കെ ചാടി ഒലിച്ചു വരും.
പിന്നെ നമ്മളിത് ഉരുട്ടി വരുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള മാവ് ചിലപ്പം പഴയ പോലെ ഇങ്ങനെ സോഫ്റ്റായി വരുന്നത് പോലെ തോന്നും. അങ്ങനെ തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് കട്ടിയാക്കി എടുത്തതിന് ശേഷം ഉരുട്ടിയാൽ മതി. അപ്പം ഞാൻ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം കൂടെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്. ഒരിത്തിരി അകലെ വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ബേക്കായി വരുമ്പോൾ ഇത് ഇത്തിരി കൂടെ വലുതായി വരും. അപ്പം ഇങ്ങനെ കൂട്ടിമുട്ടി പോകരുത്. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് ചൂടായി കിടക്കുന്ന ഓവനിൽ, അതായത് 190 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കി ഇട്ടിരിക്കുന്ന ഓവനിലേക്ക് 190 ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റ് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഓവൻ ഇല്ലാത്ത രീതിയും കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 5 നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉരുള ഇതുപോലൊരു ബേക്കിംഗ് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ടിൻ ഇല്ലെങ്കിൽ നല്ലൊരു അലുമിനിയം പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുത്താലും മതി. അപ്പം നമ്മളിത് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി വലിയൊരു പാത്രം, ഇതുപോലൊരു പഴയ പാത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഈ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതാപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂട തുറക്കാം. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ വരും. അതാണ് അതിൻ്റെ ഒരു പാകം. ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. അപ്പം നമുക്കിത് പുറത്ത് എടുത്ത് വെക്കാം. അപ്പം ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചതും ഈ ഒരു സമയം കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ്. ആ ജാമൊക്കെ കണ്ടോ, കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡായി വന്നിട്ടുണ്ട്. അകത്തെ ടെക്സ്ചറൊക്കെ ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് നല്ല ബേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഇതുപോലൊരു ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടുന്നത്. സ്റ്റൗ ടോപ്പിൽ വെച്ചതും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അടിഭാഗത്തൊക്കെ ആ ഒരു ബ്രൗൺ കളറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഒരു 18 മുതൽ 22 കുക്കീസ് വരെയാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഇത് ഏകദേശം ഒരു 2 ആഴ്ചയോളം തന്നെ കേടുകൂടാതെ പുറത്ത് ഇരുന്നോളും. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ ഈസി കുക്കീസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി താനും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.